ഹേ ദിസ് ഈസ് ശിവ ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്ക് ഇംഗ്ലീഷ്. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെ അടുത്തും ഇപ്പോൾ മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ നമ്മൾക്ക് പല സമയങ്ങളിലായിട്ട് പല ആവശ്യത്തിനായിട്ട് പലരെയും വിളിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറച്ച് വേർഡുകളോ ഫ്രേസസുകളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ല ഫോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില യൂസേജുകളുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിന് വിളിക്കേണ്ടി വരും, പരിചയമില്ലാത്ത ഓഫീസുകൾക്ക് വിളിക്കേണ്ടി വരും, ഗവൺമെൻറ് ഓഫീസിൽ വിളിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സിന് നമ്മൾ വിളിക്കുകയാണ്, അവൻ ജോലിക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ അത്യാവശ്യം വിളിക്കുകയാണ്, നമ്മൾ ഡയറക്റ്റ് വിളിക്കുകയാണ്. ഡയറക്റ്റ് വിളിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ എന്നുള്ള ഫ്രണ്ടാണ്, ഹായ് നമ്മൾ റിങ് ചെയ്യുന്നു, ഹായ് രാഹുൽ, ഹായ് ഹലോ വാട്സാപ്പ്. അപ്പം നമ്മൾ ചോദിക്കുന്നു എങ്ങനെയുണ്ട്, ഹൗ അബൌട്ട് യു എന്ന് ചോദിക്കുന്ന പോലെ എന്താണോ ചോദിക്കുന്നത്, നോട്ട് മച്ച്, തിരിച്ച് മറുപടി പറയാനില്ല, കുഴപ്പമൊന്നുമില്ല, ഹൗ അബൌട്ട് യു എന്നുള്ള അർത്ഥമാണ് അതിന്. അപ്പം നമ്മൾ ചോദിക്കുന്നത് വാട്സാപ്പ് എന്നാണ്. ഇനി നമ്മൾ പറയുമ്പോൾ അവിടെ കേൾക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മളെങ്ങനെ പറയാം, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നീ പറയുന്നത് എന്നൊന്നും പറയാറില്ല. ഐ കാൺ ഹിയർ യു, ഐ കാൺ ഹിയർ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നീ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഫോണിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ, ഐ കാൺ ഹിയർ യു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. അപ്പോൾ നീ ഒന്ന് ഉച്ചത്തിൽ കുറച്ചും കൂടി ഉറക്കെ സംസാരിക്കണം എന്ന് പറയണമെങ്കിൽ കുഡ് യു സ്പീക്ക് അപ്പ് പ്ലീസ്, കുഡ് യു സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ മതി, കുറച്ചും കൂടി ഉറക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐ കാൺ ഹിയർ യു, ക്യാൻ യു, അല്ലെങ്കിൽ കുഡ് യു സ്പീക്ക് അപ്പ്, ഒന്ന് കുറച്ചും കൂടി ഉറക്കെ സംസാരിക്കും, എനിക്ക് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കണക്ഷൻ ശരിയാവില്ല, ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ആപ്ലിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി പറയണമെങ്കിൽ സേ ദാറ്റ് അഗെയിൻ എന്ന് പറയാം. സേ ദാറ്റ് അഗെയിൻ, ആ പറഞ്ഞത് ഒന്നുകൂടി പറയൂ, ഐ കാൺ ഹിയർ യു, സേ ദാറ്റ് അഗെയിൻ. ഇനി അതല്ലെങ്കിൽ വേറൊരു രീതിയിലും ചോദിക്കാം, വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞത്, വാട്ട് ഡിഡ് യു സേ, നീ എന്താണ് പറഞ്ഞത് അതൊന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കണക്ഷൻ ശരിയല്ല, അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് എ ബാഡ് കണക്ഷൻ ഹിയർ, അല്ലെങ്കിൽ യു ഹാവ് എ, മറ്റൊരു സൈഡിലുള്ള ആളാണെങ്കിൽ ഐ ഹാവ് എ ബാഡ് കണക്ഷൻ അയാൾ പറയും, അല്ലെങ്കിൽ നമ്മൾക്ക് ഐ ഹാവ് എ ബാഡ് കണക്ഷൻ ഓർ പുവർ കണക്ഷൻ ഹിയർ. ഈ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മൾ ഫ്രണ്ടിന് നേരിട്ടല്ല ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ റിസപ്ഷനൊക്കെ കാണും. റിസപ്ഷനിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, ആദ്യം വിളിക്കുമ്പോൾ ഈസ് ദിസ് ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട്, ഈസ് ദിസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പറഞ്ഞിട്ട് ആ പേരാണ് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ റിസപ്ഷനിസ്റ്റ് യെസ് ഹൗ മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ അവർ ചോദിക്കും തിരിച്ച്, ഹൗ മേ ഐ ഹെൽപ്പ് യു. അപ്പോൾ പറയാം, കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു മിസ്റ്റർ രാഹുൽ, കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു മിസ്റ്റർ രാഹുൽ എന്ന് പറഞ്ഞാൽ, പുട്ട് മീ ത്രൂ എന്ന് പറയുമ്പോൾ കണക്ട് എന്നാണ്, നിങ്ങൾക്ക് എന്നെ രാഹുലുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമോ, കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു മിസ്റ്റർ രാഹുൽ, രാഹുലിനെ കണക്ട് ചെയ്തു, ക്യാൻ യു കണക്ട് മീ എന്നുള്ള അതാണത്, ക്യാൻ യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു മിസ്റ്റർ രാഹുൽ. അപ്പോൾ ചിലപ്പോൾ ഇൻ്റർകോമും മറ്റ് കണക്ഷനുകളൊക്കെ ഉള്ള ഓഫീസുകളായിരിക്കും. അപ്പോൾ അത് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും, കാരണം രാഹുൽ അവരുടെ അടുത്ത് ഇരിക്കുന്നില്ലല്ലോ, വേറെ ഏതെങ്കിലും ഓഫീസിലാവും ജോലി ചെയ്യുന്നുണ്ടാവുക, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കാം, സെക്ഷനിലായിരിക്കാം. അപ്പോൾ പറയും പ്ലീസ് ഹാങ് ഓൺ എന്ന്, വെയിറ്റ് ചെയ്യാൻ നമ്മൾ പറയില്ല, പ്ലീസ് ഹോൾഡ് ഓൺ എന്ന് പറയില്ല, അതായത് തന്നെ പ്ലീസ് ഹാങ് ഓൺ, അപ്പോൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് വിളിക്കാതെ റിസപ്ഷനിലേക്ക് വിളിക്കുമ്പോഴാണ്. അപ്പോൾ ഇനി രാഹുൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കണില്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ കാൺ ഹിയർ യു, സേ ദാറ്റ് അഗെയിൻ, വാട്ട് ഡിഡ് യു സേ, സേ ദാറ്റ് അഗെയിൻ ഒന്നും കൂടി പറയൂ, വാട്ട് ഡിഡ് യു സേ എന്താ പറഞ്ഞ് കേൾക്കുന്നില്ല, യു ആർ ബ്രേക്കിംഗ് അപ്പ്, യു ആർ ബ്രേക്കിംഗ് അപ്പ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവുമല്ലോ, കണക്ഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഫോണിലെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പോൾ യു ആർ ബ്രേക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി കണക്ഷൻ ശരിയല്ലെങ്കിൽ വേറെയും നമുക്കൊരു രീതിയുണ്ട്, യു ഹാവ് എ ബാഡ് കണക്ഷൻ, യു ഹാവ് എ ബാഡ് കണക്ഷൻ, അല്ലെങ്കിൽ ഐ ഹാവ് എ ബാഡ് കണക്ഷൻ. പറയുന്ന ആൾ സ്പീഡിൽ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ്, നമുക്കതിനെ കേൾക്കാനും ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല, ഐ കാൺ ക്യാച്ച് ദാറ്റ്, ഐ കാൺട്ട് ക്യാച്ച് ദാറ്റ്, അല്ലെങ്കിൽ അത് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ഐ കുഡൻ ക്യാച്ച് ദാറ്റ്, സേ ദാറ്റ് അഗെയിൻ, സേ ദാറ്റ് അഗെയിൻ, വാട്ട് ഡിഡ് യു സേ, ഈ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഐ ക്യാൻ, നമുക്ക് ചിലപ്പോൾ പറയുന്നത് മനസ്സിലാവില്ല, അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഐ കുഡൻ ക്യാച്ച് ദാറ്റ്, ഐ കുഡൻ ക്യാച്ച് ദാറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻ യു പുട്ട് മീ ത്രൂ ടു മിസ്റ്റർ രാഹുൽ എന്ന് പറഞ്ഞാൽ എന്നെ രാഹുലുമായിട്ട് കണക്ട് ചെയ്ത് തരികയാണ്. ഇത്രയും കാര്യമാണ്. യു ആർ ബ്രേക്കിംഗ് ആപ്പ്, ഐ ഹാവ് എ ബാഡ് കണക്ഷൻ, യു ഹാവ് എ ബാഡ് കണക്ഷൻ എന്ന് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി എന്തിനാണ് നമ്മൾ വിളിച്ചത്, അത് ചെറുതായിട്ടൊരു സെൻറ്റൻസോ 2 സെൻറ്റൻസിലോ പറയണ്ടേ. രാഹുൽ ഐ ഹാവ് എ പാർട്ടി ടു നൈറ്റ്, അല്ലെങ്കിൽ വി ഹാവ് എ പാർട്ടി ടു നൈറ്റ്. അപ്പോൾ രാഹുൽ ചോദിക്കും എവിടെയാണ്, എന്തിനാണെന്ന്. അപ്പോൾ
ഏതെങ്കിലും ഒരു ഹോട്ടലാവില്ല. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് അറ്റ് ദിസ് ഹോട്ടൽ, ഓക്കെ ഐ ബി ദർ ബിഫോർ ദ പാർട്ടി സ്റ്റാർട്ട്സ്, ഡോണ്ട് വറി ഐ വിൽ ബി ദർ, ഞാനവിടെ വരുന്നതായിരിക്കും ബിഫോർ ദ പാർട്ടി സ്റ്റാർട്ട്സ്. ഈ പറഞ്ഞിട്ടുള്ളതാണ് കോമൺ ആയിട്ട്. ഇനി ഫാസ്റ്റായിട്ട് വേറെ ഒന്നും കൂടി ഉണ്ട്. ഫാസ്റ്റായിട്ട് സംസാരിച്ച് പോകുമ്പോൾ, സ്പീഡിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മുഴുവൻ ക്യാച്ച് ചെയ്യാൻ കഴിയില്ല, വളരെ ഫാസ്റ്റാകും. അപ്പോൾ ഒന്ന് പതുക്കെ സാവകാശം സംസാരിക്കും. പതുക്കെ എന്നല്ല, ശബ്ദം കുറയ്ക്കാനല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് സാവധാനം, സ്ലോ ആയിട്ട്. അപ്പോൾ കുഡ് യു സ്ലോ ഡൗൺ പ്ലീസ്, ഒന്ന് സാവകാശം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശബ്ദം കൂട്ടി സംസാരിക്കാൻ, കണക്ഷൻ ശരിയല്ല എന്ന് സംസാരിക്കാൻ, എന്നെ കണക്ട് ചെയ്യുമോ എന്ന് പറയാൻ, ഇതിനുള്ള ഫ്രേസുകളൊക്കെ ഇതിൽ പറഞ്ഞു. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇനി അല്ലാത്തവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോഴും നമുക്ക് ഈ വക ഇത്തരത്തിലുള്ള ഫ്രേസുകൾ അവിടെ ഉപയോഗിക്കാം. എപ്പോഴും നിങ്ങൾ കുഡ് ഉപയോഗിച്ചിട്ട് പറയുന്നതാണ് മാന്യമായിട്ടുള്ള, സഭ്യമായിട്ടുള്ള രീതി. കുഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ക്യാനിനെക്കാട്ടിലും കുറച്ചും കൂടെ പൊളൈറ്റ് റിക്വസ്റ്റാണ്, നല്ല റിക്വസ്റ്റാണ് കുഡ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.